യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ ഉത്തരവ്. ജൂലൈ 16-ന് വധശിക്ഷ നടപ്പിലാക്കാൻ യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉത്തരവിട്ടു. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ദയാധനം ആവശ്യപ്പെട്ടു. $10 ലക്ഷം ദയാധനമായി ആവശ്യപ്പെട്ടത്. 2017 മുതൽ തടവിലാണ് നിമിഷപ്രിയ. വിശദാംശങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാനാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. ഉത്തരവിന്റെ മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, ജൂലൈ 16-ന്, അതായത് ഈ മാസം 16-ന് വധശിക്ഷ നടപ്പാക്കണമെന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ അവിടെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, തലാൽ എന്ന് പറയുന്ന ഒരു യമൻ സ്വദേശിയുടെ മരണവുമായി ബന്ധപ്പെട്ട്, അത് കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത്. 2017 മുതൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ കാര്യമായി നടക്കുന്നതിനിടയിലാണ് 2023-ൽ ഇവരുടെ വധശിക്ഷ ശരിവെച്ചുകൊണ്ട് യമനിലെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്, വധശിക്ഷ നടപ്പാക്കണമെന്നൊരു തീരുമാനത്തിലെത്തുകയും ചെയ്തത്. പക്ഷേ ദയാധനം നൽകി ഈ വിഷയം പരിഹരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഏറ്റവും വലിയ റിസ്ക് അല്ലെങ്കിൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടിരുന്നത് യമനിലെ ഹൂതി ഭീകരരുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരു വ്യവസ്ഥാപിത രാജ്യവുമായി നടപ്പാക്കാവുന്ന നയതന്ത്ര ബന്ധങ്ങൾ അസാധ്യമായ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വധശിക്ഷ നടപ്പാക്കുന്നതിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വധശിക്ഷയിലേക്ക് നീങ്ങുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ സങ്കീർണാവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് അത് കൃത്യമായി ഇടപെടാൻ സാധിക്കാത്തൊരവസ്ഥ ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിന് പോലും ഉണ്ടായത്. അതായത് ഒരു വ്യവസ്ഥാപിത സംവിധാനമല്ല, ഭീകരർ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ മേഖലകളിൽ ഏറ്റവും ശക്തിയാർജിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിലാണ് ഇത് വൈകി പോവുകയും ദയാധനം നൽകുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്തത്. നിലവിലെ സാഹചര്യത്തിൽ $10 ലക്ഷം ദയാധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിലപാട് മരിച്ച തലാലിൻ്റെ കുടുംബക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എങ്കിൽ കൂടി അത് സംബന്ധിച്ച് എങ്ങനെ അത് യാഥാർത്ഥ്യമാക്കണം അല്ലെങ്കിൽ നടപ്പാക്കി ഇവരെ മോചിപ്പിക്കണം എന്നത് സംബന്ധിച്ചൊരു കൃത്യത ഇതുവരെ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. ഇതുവരെ, അതായത് 2023 മുതൽ 2017 അറസ്റ്റിലായി 2023-ൽ അന്തിമമായി സുപ്രീം കോടതിക്ക് സമാനമായ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ ഇക്കാര്യം തീരുമാനിക്കുകയും ഇവരുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന തീരുമാനമെടുക്കുകയും ചെയ്തതിന് പിന്നാലെ മാർച്ചിൽ ഇത് സംബന്ധിച്ച് ചില ചർച്ചകളൊക്കെ കഴിഞ്ഞ് മാർച്ചിൽ നടക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കൂടി അത് സംബന്ധിച്ച് ഉത്തരവുകളൊന്നും പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ലഭ്യമായ വിവരം. പക്ഷേ ഇപ്പോൾ പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ഉത്തരവുണ്ടായിരിക്കുന്നു, വധശിക്ഷ നടപ്പാക്കണമെന്ന ഒരു ഉത്തരവുണ്ടായിരിക്കുന്നു, ജൂലൈ 16-ന് വധശിക്ഷ നടപ്പാക്കണമെന്ന ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ദയാധനം നൽകിയ അല്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്കറിയാവുന്നതാണ്, മരിച്ച വ്യക്തിയുടെ വീട്ടുകാർ ഒരു നഷ്ടപരിഹാരം ചോദിക്കുന്നതിന് സമാനമായി വലിയൊരു തുക ആവശ്യപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു തുക നൽകിയവരെ മോചിപ്പിക്കാനുള്ള ശ്രമം കാര്യമായി നടത്തിയിരുന്നു. പക്ഷേ ശ്രമങ്ങളൊന്നും വിലപ്പോകാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ പ്രായോഗികമാകാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവരുടെ വധശിക്ഷ നടപ്പാക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദയാധനം നൽകാനുള്ള നടപടികൾ പക്ഷേ അതൊന്നും ഫലവത്തായില്ല. പ്രായോഗികമായ ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ മാസം 16-ന് വധശിക്ഷ നടപ്പാക്കാൻ തന്നെയാണ് യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉത്തരവിട്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും ഈ മാസം 16-ന് നടപ്പാക്കണം എന്നതാണ് ഏറ്റവും സങ്കീർണമായൊരു വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. ഈ 16-ന് മുൻപ് ദയാധനം നൽകി ഇവരെ മോചിപ്പിക്കുക, ഇത് എങ്ങനെയാണ് പ്രായോഗികമാക്കുക എന്നതാണ് ഇപ്പോൾ വളരെ ഗൗരവതരമായി ഇപ്പോൾ ആലോചിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ $10 ലക്ഷം എന്ന ദയാധനം, ഇതാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു കാലയളവിൽ ഈ ദയാധനവും നൽകാൻ കഴിഞ്ഞാൽ ഒരുപക്ഷേ മോചനം സാധ്യമാകും. അങ്ങനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുമോ? നിയമവൃത്തങ്ങളിലടക്കം ആ രീതിയിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ദയാധനം നൽകുകയാണെങ്കിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുമെന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടാൽ, ദയാധനം നൽകി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടാൽ പിന്നീട് അവരുടെ മോചനം സംബന്ധിച്ചുള്ള തുടർ നടപടികളിലേക്ക് നീങ്ങാൻ സാധിക്കും. നമുക്കറിയാവുന്നതാണ്, നേരത്തെ നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇറാനുമായി സഹകരിച്ച് ചില നീക്കങ്ങൾ നടത്താനുള്ള നടപടികളെല്ലാം തന്നെ വിദേശകാര്യ മന്ത്രാലയം ആലോചിക്കുന്നു എന്ന സൂചനകളും ലഭ്യമായിരുന്നു. അത്തരത്തിൽ ഹൂതി ഭീകരർ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഹൂതി വിമതർ അംഗീകരിക്കുന്ന രാജ്യങ്ങളുമായി ചേർന്ന്, ഭാരതവുമായി മികച്ച സൗഹൃദമുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ഇത്തരത്തിലുള്ള നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾ നടത്താനുള്ളൊരു നീക്കം തന്നെയാണ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇടപെടുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. തുടർച്ചയായ അത്തരം നടപടികളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടി ജൂലൈ 16-ന് മുൻപ് $10 ലക്ഷം ദയാധനമായി ശേഖരിച്ച് അത് ലഭ്യമാക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ അത് സാധ്യമാവുകയാണെങ്കിൽ തീർച്ചയായും വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ നിരവധിയായ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, വളരെ ഓർത്തഡോക്സായി അല്ലെങ്കിൽ വളരെ
യാഥാസ്ഥിതികമായി ചിന്തിക്കുന്ന ഒരു ഗോത്ര വിഭാഗത്തിൻ്റെ അംഗമാണ് ഈ തലാൽ എന്ന് പറയുന്ന കൊല്ലപ്പെട്ട വ്യക്തി എന്നതുകൊണ്ട് തന്നെ ആ മരിച്ച വ്യക്തിയുടെ ഇത്തരത്തിലുള്ള പ്രശ്നം, ഈ ഒരു ഗോത്രത്തിൻ്റേതായ ഒരു പ്രശ്നമുണ്ട്. അത്തരത്തിൽ അവർ കടുത്ത യാഥാസ്ഥിതികവാദികളായ ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇക്കാര്യത്തിലെല്ലാം തന്നെ ഒരു അഴഞ്ഞ നിലപാട് സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഈ യമൻ എന്നുള്ള ആ രാജ്യത്തിൻ്റെ ജനാധിപത്യം എത്രത്തോളമാണ്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള അവരുടെ നയതന്ത്ര ബന്ധം എത്രത്തോളമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ മോചനം സാധ്യമാകാൻ അവിടുത്തെ ഒരു അരക്ഷിതാവസ്ഥ ഇങ്ങനെ നീണ്ടുപോകാൻ, അല്ലെങ്കിൽ ഒരു മോചനം സാധ്യമാകാത്ത ഇപ്പോൾ നമ്മൾക്ക് മുന്നിലേക്ക് എത്തിയ ഈ വധശിക്ഷ നടപ്പാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഈ മാസം 16-ന് വധശിക്ഷ നടപ്പാക്കുമെന്നുള്ള ഒരു ഉത്തരവിലേക്ക് എത്തുന്നത് ഈ ഒരു അരക്ഷിതമായ അവിടുത്തെ ഒരു ഭരണകൂടത്തിൻ്റെ ഒരു സാഹചര്യം കൂടി കാരണമായിട്ടുണ്ടല്ലേ? തീർച്ചയായും ഭരണകൂടത്തിൻ്റെ സാന്നിധ്യമില്ലാത്തൊരവസ്ഥ, അതായത് ഒരു മിലിറ്ററി സ്വഭാവമുള്ള, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ യമനിലെ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിലെ ജയിലിൽ, അത് അവരുടെ പ്രദേശത്ത് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹൂതി വിമതരാണ് അവിടെ ഭരിക്കുകയും ചെയ്യുന്നത്. അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവരുമായി സൗഹൃദമുള്ള, അതായത് ഹൂതി ഭീകരരുമായി സൗഹൃദമുള്ള, അല്ലെങ്കിൽ അവരുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കപ്പെട്ട, അവരുമായി ഇടപെടാൻ സാധ്യമായ ഒരു മധ്യവർത്തി എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യമായ ഏതെങ്കിലും ഒരു രാഷ്ട്രവുമായി ഇടപെട്ടല്ലാതെ ഇക്കാര്യം സാധ്യമാവുകയില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഹൂതി ഭീകരരെന്നും ഭാരതം കൃത്യമായി ആ വിഭാഗവുമായി വ്യവസ്ഥാപിത സംവിധാനങ്ങളുമായി നമുക്ക് ബന്ധമുണ്ട് എങ്കിൽ കൂടി ഈ ഹൂതി ഭീകരർ നിയന്ത്രിക്കുന്ന മേഖലയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുക സാധ്യവുമല്ല. കാരണം അതിൽ ജനാധിപത്യ സ്വഭാവമില്ലാത്ത ഭരണകൂട വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ UN ചാർട്ടർ പ്രകാരമുള്ള ഒരു ധാരണ ഇരു രാജ്യങ്ങളും തമ്മിൽ ഭാരതവുമായി യാഥാർത്ഥ്യമാകാനും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ മറ്റ് ചില സ്വാധീന ശേഷികളുടെ ഭാഗമായി ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് യമനുമായി കൃത്യമായ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ മോചനം നടപ്പാക്കുക എന്നൊരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നേരത്തെ ഉണ്ടായത്. അത്തരത്തിലുള്ളൊരു ആലോചനയാണ് ഉണ്ടായത്. ഈ ആലോചന നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് മോചനത്തിനായി പണം നൽകുക, അല്ലെങ്കിൽ ഈ ദയാധനം എന്ന് പറയുന്ന, സാങ്കേതികമായി ദയാധനം എന്ന് പറയുന്ന $10 ലക്ഷം നൽകുക എന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോയത്. അത് സ്വാഭാവികമായും വലിയൊരു തുകയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. അത് ഇന്ത്യൻ രൂപയിൽ കൺവെർട്ട് ചെയ്യുമ്പോൾ വലിയൊരു തുകയായി അത് മാറുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഒരു തുക നൽകാനുള്ള സാധ്യത തെളിഞ്ഞാൽ തന്നെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുക സാധ്യമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് അവരുടെ മോചനവും അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാനും ഒരു സാവകാശം ലഭിക്കുകയും ചെയ്യും. പക്ഷേ ജൂലൈ 16-ന് വധശിക്ഷ നടപ്പാക്കണമെന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിക്കപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പ്രശ്നം കുറേയൊക്കെ സങ്കീർണമാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതായത് തലാലിൻ്റെ കുടുംബത്തെ കണ്ട് അവർക്കുള്ള ദയാധനം നൽകി അവരുടെ ഒരു സമ്മതപ്രകാരം മാത്രമേ ഇനി ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെടൽ സാധ്യമാകൂ അല്ലേ? തീർച്ചയായും ദയാധനം അവർ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നറിയിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ദയാധനം സ്വീകരിക്കാൻ അവർ തയ്യാറാവുകയാണെങ്കിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. ഈ $10 ലക്ഷം നൽകുകയാണെങ്കിൽ, തീർച്ചയായും ദയാധനം തുക നൽകുകയാണെങ്കിൽ അവരുടെ മോചനം സാധ്യമാവുക തന്നെ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ആ ദയാധനം നൽകിയതിന് ശേഷം കൃത്യമായ ഇടപെടൽ നടത്തിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവരുടെ മോചനം സാധ്യമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത്തരത്തിലൊരു മോചനം സാധ്യമാക്കുന്നതിനെ എത്ര കണ്ട് പ്രായോഗികമായി ഇടപെടൽ സാധ്യമാകുമെന്നത് സംബന്ധിച്ചുള്ള ചില കൺഫ്യൂഷൻസ് എല്ലാമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇവരുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുണ്ട്, മലയാളികളുണ്ട്. അത്തരത്തിലുള്ള അവരുടെ എല്ലാം തന്നെ ഇടപെടൽ കാര്യമായി നടക്കുന്നുണ്ട്. അത്തരത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ നടക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇവരുടെ വധശിക്ഷ നിലനിൽക്കുന്നൊരു സാഹചര്യം 2023-ൽ ഇവരുടെ വധശിക്ഷ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ അംഗീകരിക്കുക കൂടി ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനി ദയാധനം നൽകി മോചനം സാധ്യമാക്കുന്നതിനുള്ള വഴികൾ വളരെ ചുരുക്കം സമയം മാത്രമാണുള്ളത്. നമുക്കറിയാവുന്നതാണ്, 16-ാം തീയതി എന്ന് പറയുമ്പോൾ 8 ദിവസം മാത്രമാണ് ഇനിയുള്ളത്. ഈ 8 ദിവസത്തിനുള്ളിൽ ദയാധനം നൽകി മോചനം സാധ്യമാക്കുക എന്നത്, ദയാധനം നൽകാനുള്ള നീക്കം നടത്താനൊക്കെ പെട്ടെന്ന് സാധിക്കുമെങ്കിൽ കൂടി അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകേണ്ടത് കുറേയൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു ജോലി തന്നെയാണ്. എങ്കിലും ദയാധനം നൽകി ഇവരുടെ ജീവൻ സംരക്ഷിക്കുക എന്നൊരു നിലപാട് തന്നെയാണ് ഉള്ളത്. ഇവരുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രയോറിറ്റി നൽകേണ്ടത്, അല്ലെങ്കിൽ അടിയന്തര പ്രാധാന്യം നൽകേണ്ടത് ഇവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഇവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുക, വധശിക്ഷ ഒഴിവാക്കുക എന്നതാണ്. അതിനുവേണ്ടി ദയാധനം നൽകുന്നതിനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാനും സാധിക്കുന്നത്. സുരേഷ്, യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാനാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. ജൂലൈ 16-ന് വധശിക്ഷ നടപ്പാക്കാൻ യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഉത്തരവിട്ടത്. കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം ദയാധനം ആവശ്യപ്പെട്ടു. $10 ലക്ഷം ദയാധനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2017 മുതൽ തടവിലാണ് നിമിഷപ്രിയ. വിശദാംശങ്ങളാണ് ഐസൻ ജോസ് നൽകിയത്.